കാസർഗോഡ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. കോടോം ബേളൂർ പഞ്ചായത്തിൽ പറക്കളയിലാണ് പുലിയിറങ്ങിയത്. വീടിന്റെ ടെറസിലിരിക്കുന്ന പുലിയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വീടിന്റെ ടെറസിന് മുകളിൽ വരെ പുലി എത്തി എന്ന് പറയുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തുടർ നടപടികൾ എന്താണ്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും സ്ഥലത്തെത്തുകയോ പുലിക്കായുള്ള പരിശോധന ആരംഭിക്കുകയോ അത്തരത്തിലെന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? അതുല്യ, കാസർകോട്ടെ മലയോര മേഖലയിലെ പുലിഭീതി ഇപ്പോഴും അവസാനിക്കാത്തൊരു സാഹചര്യമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു വീടിന്റെ ടെറസിലൂടെ പുലി നടക്കുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ കോടോം ബേളൂർ പഞ്ചായത്തിലെ പറക്കാളിയിലെ വികാസിന്റെ വീടിന്റെ ടെറസിലാണ് ഈ പുലി ഏറെ നേരം സമയം ചെലവഴിച്ചത്. ഇത്തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. പുലി ടെറസിന്റെ മുകളിൽ ഇരിക്കുന്നു, അതിന്റെ തൊട്ട് സമീപത്തായി മറ്റൊരു വീടുമുണ്ട്. ഇത് അധികം ആളുകൾ വളരെ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ്. മാത്രവുമല്ല, ഇത് കാടിന് നേരെ അകലെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ വീണ്ടും വീണ്ടും ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഈ പുലിയെ പിടികൂടാൻ ഇതുവരെയും വനവകുപ്പിന് സാധിച്ചിട്ടില്ല. നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ ഈ പ്രദേശത്ത് സ്ഥാപിച്ച് പുലിനെ പിടികൂടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ്. അതേസമയം കാസർഗോഡ് കൊളത്തൂരിൽ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ ഒരു പുലിയെ വനംവകുപ്പ് അധികൃതർ പിടികൂടിയിരുന്നു. അങ്ങനെ കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വ്യാപകമായി പുലിയെ കാണുന്നതും അതുപോലെ തന്നെ പുലിയെ പിടികൂടുന്ന സംഭവം നിത്യേന റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജനങ്ങളുടെ ആശങ്കയാണ് അടിയന്തരമായി പരിഹരിക്കേണ്ടത്. അതിനിടയിൽ ഉയർന്നു വരുന്ന വലിയൊരു ആരോപണം, അതായത് ഈ കാസർഗോഡിന്റെ വലിയ പ്രദേശങ്ങൾ ഈ കർണാടകയുമായി പങ്കുവെക്കുന്ന അതിർത്തി പ്രദേശങ്ങളാണ്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വന മേഖല സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കർണാടകത്തിൽ നിന്ന് പിടികൂടുന്ന ഈ പുലികളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഈ കേരളത്തിനോട് ചേർന്ന അതിർത്തികളിലേക്ക് ഇളക്കി വിടുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഈ ഗ്രാമീണരായ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിൽ ഈ ആളുകൾക്ക് വളരെയേറെ ആശങ്കയാണുള്ളത്. ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നതെന്നാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതില്ല. ശരി ജോസഫ്, എന്തായാലും കാസർഗോഡ് പറക്കളയിൽ പുലിഭീതി ഒഴിയുന്നില്ല. വീടിന്റെ ടെറസിന് മുകളിൽ പുലി സുഖകരമായി വിശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിനാണ്.